IPL-ൽ പഞ്ചാബ് കിങ്സിന് വേണ്ടി 39 പന്തിൽ സെഞ്ചുറി കുറിച്ച് ചരിത്രമായിരിക്കുകയാണ് പ്രിയാൻഷ് ആര്യ. IPL-ലെ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറിയാണിത്. അൺക്യാപ്ഡ് ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും വേഗതയേറിയ IPL സെഞ്ചുറി എന്ന റെക്കോർഡിനും പ്രിയാൻഷ് അർഹനായിട്ടുണ്ട്. ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുള്ളൻപൂരിൽ മഹാരാജ യാദവേന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഹോം മാച്ചിലാണ് ഓപ്പണർ പ്രിയാൻഷ് ആര്യയുടെ വെടിക്കെട്ട് കണ്ടത്. IPL-ന്റെ ചരിത്രത്തിൽ ഏറ്റവും വേഗതയേറിയ നാലാമത്തെ സെഞ്ചുറിയാണിത്. 2010-ൽ രാജസ്ഥാൻ റോയൽസിന് വേണ്ടി 37 പന്തിൽ സെഞ്ചുറി നേടിയ യൂസഫ് പത്താന്റെ പേരിലാണ് ഇന്ത്യൻ റെക്കോർഡ്. 2013-ൽ RCBക്ക് വേണ്ടി ക്രിസ് ഗെയിൽ 30 പന്തിൽ സെഞ്ചുറി നേടിയിരുന്നു. IPL-ലെ ഏറ്റവും വേഗമേറിയ മൂന്നാമത്തെ സെഞ്ചുറി ഡേവിഡ് മില്ലറുടെ പേരിലാണ്. 38 പന്തിലാണ് ഡേവിഡ് മില്ലർ ഈ റെക്കോർഡ് സ്വന്തമാക്കിയത്. പ്രിയാൻഷ് ആര്യ 39 പന്തിൽ സെഞ്ചുറിയുമായി ട്രാവിസ് ഹെഡിനോടൊപ്പം 4ാം സ്ഥാനം പങ്കിടുകയാണ്. പഞ്ചാബ് കിങ്സ് 3.8 കോടി രൂപയ്ക്ക് ലേലത്തിൽ പിടിച്ച അൺക്യാപ്ഡ് താരമാണ് പ്രിയാൻഷ്. തന്റെ 4ാമത്തെ IPL മത്സരത്തിലാണ് റെക്കോർഡ് നേട്ടം. IPL അരങ്ങേറ്റത്തിൽ 47 റൺസ് നേടിയിരുന്നു. 5 തവണ ചാമ്പ്യന്മാരായ CSKക്കെതിരെ 9 സിക്സറുകളും 7 ഫോറുകളും പായിച്ച 42 പന്തിൽ 103 റൺസ് എടുത്ത് പുറത്താവുകയായിരുന്നു. മദീഷ പതിരാൻ എറിഞ്ഞ ഇന്നിംഗ്സിലെ 13ാം ഓവറിൽ 22 റൺസ് നേടിയാണ് കന്നി IPL സെഞ്ചുറി പ്രിയാൻഷ് പൂർത്തിയാക്കിയത്. തൊട്ടടുത്ത ഓവറിൽ നൂർ അഹമ്മദിന്റെ പന്തിൽ പുറത്തായി ഡഗ്ഔട്ടിലേക്ക് മടങ്ങുമ്പോൾ സഹതാരങ്ങളും ഫ്രാഞ്ചൈസിയുടെ സഹ ഉടമയും പ്രിയാൻഷിന് എഴുന്നേറ്റ് നിന്ന് കയ്യടി നൽകി. IPL സെഞ്ചുറി നേടുന്ന 8ാമത്തെ അൺക്യാപ്ഡ് ബാറ്റ്സ്മാനും 7ാമത്തെ ഇന്ത്യൻ അൺക്യാപ്ഡ് കളിക്കാരനുമാണ്. ന്യൂഡൽഹിയിലെ അശോക് വിഹാർ സ്വദേശിയാണ് പ്രിയാൻഷ്. പ്രഥമ ഡൽഹി പ്രീമിയർ ലീഗ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. സൗത്ത് ഡൽഹി സൂപ്പർ സ്റ്റാർസിനായി 10 ഇന്നിംഗ്സുകളിൽ 608 റൺസാണ് നേടിയത്. ഈ വർഷം ആദ്യം DPL-ൽ നോർത്ത് ഡൽഹി സ്ട്രൈക്കേഴ്സിനെതിരെ ഒരു ഓവറിൽ 6 സിക്സറുകൾ പറത്തുകയുണ്ടായി. കരിയറിൽ ഇതുവരെ 11 T20 മത്സരങ്ങൾ മാത്രമേ കളിച്ചിട്ടുള്ളൂ. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 2023-24-ൽ ഡൽഹിയുടെ മുൻനിര റൺ സ്കോററായ ശേഷം IPL 2024 ലേലത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും പ്രിയാൻഷ് അൺസോൾഡ് ആയിരുന്നു. 7 ഇന്നിംഗ്സുകളിൽ 31.71 ശരാശരിയിലും 166.91 എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലും 222 റൺസാണ് നേടിയിരുന്നത്. എന്തായാലും 2025 സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ മിന്നും ഫോം തുടർന്നിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ്. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് നിശ്ചിത 20 ഓവറുകളിൽ 6 വിക്കറ്റിന് 219 എന്ന കിടിലൻ സ്കോർ നേടിയപ്പോൾ ചെന്നൈയുടെ മറുപടി 5 വിക്കറ്റിന് 201-ൽ അവസാനിച്ചു. പ്രിയാൻഷ് ആര്യ തന്നെയാണ് കളിയിലെ കേമൻ. കളിക്കിടെ ചില വിവാദങ്ങളും ഉണ്ടായിരുന്നു. പഞ്ചാബ് കിങ്സിന്റെ ഏറ്റവും മികച്ച ബൗളർമാരിൽ ഒരാളായ യുസ്വേന്ദ്ര ചഹലിനെ 17ാം ഓവറിലാണ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ആദ്യം പന്തേൽപ്പിച്ചത്. ഈ ഒരു ഓവർ മാത്രമാണ് കളിയിൽ അദ്ദേഹം എറിഞ്ഞതും. വിക്കറ്റുകളൊന്നും നേടാനായില്ലെങ്കിലും ആകെ 9 റൺസ് മാത്രമേ താരം വിട്ടുകൊടുത്തുള്ളൂ. 16ാം ഓവർ വരെ ചഹലിനെ ബൗളിംഗിൽ ഇറക്കാതിരുന്ന പഞ്ചാബ് കിങ്സിന്റെ നീക്കം ആരാധകരെ അമ്പരപ്പിച്ചിരുന്നു. എന്നാൽ കളിയിൽ വിജയിച്ചതിന് ശേഷം സംസാരിക്കവേ ഇതിന് പിന്നിലെ കാരണം പഞ്ചാബ് കിങ്സ് നായകൻ ശ്രേയസ് അയ്യർ വെളിപ്പെടുത്തിയിരുന്നു. ടീം തന്ത്രങ്ങളുടെ ഭാഗമായിട്ടാണ് ചഹലിനെ 17ാമത് ഓവർ വരെ ബൗളിംഗിൽ നിന്ന് മാറ്റി നിർത്തിയത് എന്നാണ് ശ്രേയസ് അയ്യറിന്റെ വെളിപ്പെടുത്തൽ. സ്പിന്ന് നന്നായി കളിക്കുന്ന ശിവം ദുബെയും ഡെവോൺ കോൺവേയും ക്രീസിൽ ഉണ്ടായിരുന്നതിനാൽ മനഃപൂർവ്വം ചഹലിനെ കൊണ്ടുവരാതിരിക്കുകയായിരുന്നു എന്നാണ് ശ്രേയസ് സൂചിപ്പിച്ചത്. ദുബെക്കെതിരെ പേസ് ആക്രമണമായിരുന്നു തങ്ങളുടെ ഉദ്ദേശമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈ സീസണിൽ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ തുടർച്ചയായ 4ാമത്തെ പരാജയമാണിത്. 49 പന്തിൽ 69 റൺസ് നേടിയ ഡെവോൺ കോൺവേയാണ് ചെന്നൈയുടെ ടോപ്പ് സ്കോറർ. ശിവം ദുബെ 27 പന്തിൽ 42 റൺസും ധോണി 12 പന്തിൽ 27 റൺസും നേടി. 5 കളികളിൽ ആകെ 2 പോയിന്റ് മാത്രമുള്ള CSK ലീഗ് ടേബിളിൽ 9ാം സ്ഥാനത്താണ്. വെള്ളിയാഴ്ച കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെയാണ് ചെന്നൈയുടെ അടുത്ത പോരാട്ടം.